നമസ്കാരം, SS ക്രിയേറ്റീവിലേക്ക് സ്വാഗതം. ഞാനിവിടെ 2 ഡോൾസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. കണ്ടോ, 2 കോമിക് ഡോൾസ് പോലെ ഉണ്ടാക്കിയേക്കാണ്. സ്പോഞ്ച് ഉപയോഗിച്ച് ചെയ്തതാണ്. സ്പോഞ്ചാണ് ഇത്, ക്ലോത്ത് പീസാണ് ഇത്. ഈ പാക്കിങ്ങിലൊക്കെ വരുന്ന ഒരു കേസാണ്, പാക്കിങ്ങിൽ വരുന്ന ഒരു മെറ്റീരിയലാണ് ഇത്. ഷർട്ട് സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ വരുന്ന ഒരു സ്പോഞ്ചാണ് ഇത്. ബീഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇത് ഷെല്ല്. ഇത് വെറും ക്ലോത്ത്, വേസ്റ്റ് ക്ലോത്ത് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് നൂലുപയോഗിച്ച്, സൂചി നൂല് ഉപയോഗിച്ചിട്ട് നമ്മൾ തുന്നി ചേർത്തതാണ്, ഡിസൈൻ ചെയ്തതാണ്. വേറെ ക്ലോത്ത് പീസൊന്നും ഉപയോഗിച്ചിട്ടില്ല. ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് സീക്വൻസ് ഉപയോഗിച്ചിട്ടാണ്. ഫെവിക്കോളിൽ സീക്വൻസ് നമ്മൾ സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഡ്രസ്സ് നേരത്തെ നമ്മൾ സ്പോഞ്ച് ഉപയോഗിച്ച് ബേർഡ്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷനായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഹെയർ വെറുതെ ഇങ്ങനെ ക്ലോത്ത് പീസ് കൊണ്ട് ചെയ്തിട്ടേ ഉള്ളൂ, വേസ്റ്റ് ക്ലോത്ത് പീസ് കൊണ്ട്. ഒരു കോമിക് ഡോളായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇത്തവണ സ്പോഞ്ച് ഉപയോഗിച്ച്. കളർ സ്പോഞ്ചൊന്നുമല്ല. കളർ സ്പോഞ്ചാണെങ്കിൽ ഡ്രസ്സ് കളറിൽ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം. കളർ സ്പോഞ്ച് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ കുറച്ച് സീക്വൻസ് ഫെവിക്കോളിൽ സ്റ്റിക്ക് ചെയ്ത് ഡ്രസ്സ് ഡിസൈൻ ചെയ്തേക്കാണ്. ഇതാണ് ഇത്. തെർമോക്കോളിന് പോലെയുള്ള ഒരു പാക്കിങ്ങിൽ വരുന്ന ഒരു വേസ്റ്റ് മെറ്റീരിയലാണ്, അതുപയോഗിച്ച് ചെയ്തതാണ്. നമുക്ക് കാറിലൊക്കെ വേണമെങ്കിൽ തൂക്കിയിടാം. അങ്ങനെ ഒരു പറ്റിയ വളരെ സിമ്പിളായിട്ട് എളുപ്പം ചെയ്തെടുക്കാവുന്നതാണ്. തുന്ന് അല്ലെങ്കിൽ സ്റ്റിക്ക് ഇതൊക്കെ എളുപ്പം ഉണ്ടാക്കാം. സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് എളുപ്പം ഡിസൈൻസ് ഉണ്ടാക്കാം. ക്ലോത്തിൽ ഉണ്ടാക്കുന്നതിനേക്കാളും വേഗം. സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. കണ്ടോ, ഇതൊരു ഡോളാണ്, എൻ്റെ ഫസ്റ്റ് ഡോളാണ്. ഇനി അടുത്തത് ഇത് വേറൊരു സെക്കൻഡ് ഡോളാണ്. ഇത് നമ്മൾ സാറ്റിൻ റിബൺ വെച്ചാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇത് സീക്വൻസ് വെച്ചാണ് നമ്മൾ ഐസും ഒക്കെ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്, സീക്വൻസ് വെച്ചാണ്. പിന്നെ ഇത് ഒരു വെൽവെറ്റിൻ്റെ ക്ലോത്ത് പീസ് വെച്ച് ഹെയർ ഡിസൈൻ ചെയ്തു. ഇത് വേറൊരു ക്ലോത്ത് പീസ് വെച്ച് ഡ്രസ്സ് ഡിസൈൻ ചെയ്തു. ഇതെല്ലാം ഈ വേസ്റ്റ് മെറ്റീരിയൽ ഉപയോഗിച്ച് ചെയ്തതാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം, വളരെ കുറച്ച് സമയം മതി നമുക്ക് ചെയ്യാനായിട്ട്. ഇതെൻ്റെ സെക്കൻഡ് ഡോളാണ്. ഇത് ഫുള്ളും സ്പോഞ്ച് ഉപയോഗിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഹാൻഡും അതുപോലെ എല്ലാ പോർഷനും സ്പോഞ്ച് മാത്രമേ നമ്മളിതിൽ യൂസ് ചെയ്തിട്ടുള്ളൂ. അങ്ങനെ ചെയ്തതാണ്. ഇതിന് വേറെ ഡെക്കറേഷനൊന്നും ചെയ്തിട്ടില്ല. സാറ്റിൻ റിബൺ വെച്ച് ഫ്രണ്ടിൽ മാത്രമേ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളൂ. ഇത് വേറൊരു ഡോളാണ്, സെക്കൻഡ് ഡോളാണ്. അങ്ങനെ 2 ഡോൾസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഇത് ഫസ്റ്റ് ഡോളാണ്. ദിസ് ഈസ് മൈ ഫസ്റ്റ് ഡോൾ ആൻഡ് ദിസ് ഈസ് മൈ സെക്കൻഡ് ഡോൾ. സ്പോഞ്ച് ഡോളാണ്. വളരെ ഈസി ആയിട്ട് ചെയ്യാം. കുട്ടികൾക്കൊക്കെ എളുപ്പം ചെയ്ത് നോക്കാവുന്നതാണ്. ഫെവിക്കോൾ വേണമെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ത്രെഡ് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി പയ്യെ. അത് കഴിഞ്ഞിട്ട് ഫെവിക്കോൾ വെച്ച് സീക്വൻസ് വെച്ച് തന്നെ ഡ്രസ്സ് ഡിസൈൻ ചെയ്യാം. അല്ലെങ്കിൽ ഡ്രസ്സ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് ഡിസൈൻ ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. അതിനൊക്കെ പറ്റിയൊരു ഇതാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്പോഞ്ച് ഡോള്. ഇതിന് നമ്മൾ ലെഗും അതുപോലെ സ്ലീവും ഒക്കെ ഹാൻഡും ഒക്കെ വേറെ വേറെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിന് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, സ്പോഞ്ച് മാത്രം ഉപയോഗിച്ച് ചെയ്തിട്ടുള്ള ഒരു ഡോളാണ്. അങ്ങനെ 2 ഡോളാണ് നമ്മൾ ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡോള്.
ഇത് നമ്മുടെ വേറൊരു ഡോളാണ്. എൻ്റെ ഗമ്മൊന്നും ശരിക്കും ഉണങ്ങിയിട്ടില്ല. അപ്പോൾ നമുക്ക് ഇനിയും സ്പോഞ്ച് ഉപയോഗിച്ച് വേറെ പുതിയ പുതിയ ഡിസൈൻസായിട്ട് ഇനിയും കാണാം. നിങ്ങൾക്ക് എൻ്റെ സ്പോഞ്ച് ഡോൾസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.